first draft of Malik was Mammootty. 2011, the first draft was there with Mamuka. So Mamukake was അറിയാം. Fahad was supposed to play Freddy. Take Off-നകത്ത് ലാസ്റ്റ് സീൻ വാസ് ആക്ച്വലി ഈ പറഞ്ഞ ഇബ്രു എന്ന് പറഞ്ഞ പയ്യനിലേക്ക് സമീറയുടെ കുട്ടിയെ ഷഹീദ് വെച്ചു കൊടുക്കുന്നതായിരുന്നു. അറിയിപ്പിലെ നായികയും നായകനും അവരൊരു സാമ്പ്രദായിക രീതിയിലുള്ള നായകന്മാരല്ല. അവർ അതിജീവനത്തിന് വേണ്ടിയിട്ടോ ഒരു സ്വാർത്ഥമായ തീരുമാനങ്ങൾ എടുത്തിട്ടുള്ള ആളുകളാണ്. അപ്പം അങ്ങനെയുള്ളൊരു ഇപ്പം നായകനും നായികയും നീതിമാന്മാരായിരിക്കണം, അവർ സത്യസന്ധരായിരിക്കണം, അവരവസാനം ജയിക്കണം, അവരോടെല്ലാവരും തോൽക്കണം എന്നൊക്കെയുള്ള സങ്കല്പങ്ങളുണ്ടല്ലോ. അപ്പോൾ അങ്ങനത്തെ ഒരു പടമേ അല്ല അത്, അല്ലേ? അപ്പോൾ അങ്ങനെ ഒരു റിസ്ക് എടുക്കുമ്പോൾ അങ്ങനെ ഹൗ ഡു യു കൺവിൻസ് എ പ്രൊഡ്യൂസർ ഓൺ ഓൾ ദിസ്? ഞാൻ തന്നെ പ്രൊഡ്യൂസർ പടത്തിൻ്റെ. അപ്പോൾ അതിനകത്ത് എൻ്റെ ഒരു പടത്തിനകത്തും ഞാൻ നായികന്മാരോ ഒന്നും തികഞ്ഞ വ്യക്തികളല്ല. എല്ലാ ക്യാരക്ടേഴ്സും ഗ്രേ ആണ് ഒരു പരിധി. നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ സമീറ ഈസ് ഓൾസോ സെൽഫിഷ്. സമീറ ഈസ് ഓൾസോ സെൽഫിഷ് ഫ്രം ടേക്ക് ഓഫ്. ഷീ ഈസ് ഓൾസോ സെൽഫിഷ് ബിക്കോസ് ആദ്യത്തെ കല്യാണത്തിൻ്റെ അകത്തുണ്ടായ മകനോട് അവർക്ക് പറയാൻ ബുദ്ധിമുട്ടുണ്ട്. ഞാൻ രണ്ടാമത്തെ ഭർത്താവിൽ നിന്ന് ക്യാരി ചെയ്യുന്നുണ്ടെന്നുള്ളത് പറയാൻ അവർക്ക് ബുദ്ധിമുട്ടാണ്. ആൻഡ് ഷീ ഈസ് ഓൾസോ മാരിയിങ് ദിസ് ഗൈ ഫോർ കൺവീനിയൻസ്. ആ മാരേജ് തന്നെ ഒരു മാരേജ് ഓഫ് കൺവീനിയൻസ് ആണ്. അവിടെ ഒരിക്കലും അതൊരു പ്രണയത്തിലുണ്ടായ മാരേജ് ആണെന്ന് സമീറ ഒരിക്കലും എന്താ പറയുക ഗ്ലോറിഫൈ തന്നെ പറയുന്നില്ല, അതിനകത്ത് പ്രണയത്തിനെക്കുറിച്ച് പറയുന്നില്ല. പക്ഷേ ഗ്രാജുവലി ഷീ ബിക്കംസ് ആ വേൾഡിൽ എത്തിപ്പെട്ടതിന് ശേഷം സംഭവിക്കുന്ന കാര്യങ്ങളിലൂടെ ഷീ ഗെറ്റ്സ് ഒരു ക്ലെൻസിങ് സംഭവിക്കുന്നുണ്ട്. അത് ക്യാരക്ടേഴ്സിന് ഉണ്ടാകുന്നുണ്ട്. ഈവൻ മാലിക്കിലാണെങ്കിൽ പോലും ഹീ ഈസ് നോട്ട് സ്റ്റാൻഡിങ് എന്താ പറയുന്നത് ആ മനുഷ്യർക്ക് വേണ്ടി നിലകൊള്ളുന്നൊരു വ്യക്തി എന്ന് പറയുന്നൊരു ഒരു സാമുദായിക നേതാവെന്ന് നമുക്ക് പറഞ്ഞാൽ പോലും അദ്ദേഹം എടുത്ത പല തീരുമാനങ്ങളും അദ്ദേഹത്തിന് തന്നെ ബാക്ക് ഫെയർ ചെയ്തിട്ടുണ്ട്, വിച്ച് ഇസ് എവിഡൻറ്റ് ഇൻ ദ ഫിലിം. സോ അതുകൊണ്ട് തന്നെ ഞാൻ ഒരിക്കലും എനിക്കൊരിക്കലും ഒരു വൈറ്റ് മനുഷ്യനെ എഴുതാൻ പറ്റില്ല. എനിക്ക് അറിയില്ല എഴുതാൻ. ഐ ഹവ് നെവർ സീൻ എ പേഴ്സൺ ലൈക്ക് ദാറ്റ്. സോ ഐ എം നോട്ട് ഇൻസ്പയർഡ് വിത്ത് ദാറ്റ് പേഴ്സൺ. അങ്ങനെ ഒരാളില്ല. ആൻഡ് ദർ ഇസ് നോ ബ്ലാക്ക് പേഴ്സൺ ഓൾസോ. എനിക്ക് ബ്ലാക്ക് ആയിട്ട് എനിക്ക് എഴുതാൻ പറ്റില്ല. എനിക്ക് എനിക്ക് ഷെയ്ഡ്സ് ഓഫ് ഗ്രേയിൽ എനിക്ക് വർക്ക് ചെയ്യാം. എത്രത്തോളം ഷെയ്ഡ്സ് ഉണ്ടാക്കാം അതിലെനിക്ക് വർക്ക് ചെയ്യാൻ പറ്റും. അടിപൊളി. ഈ നമ്മളിങ്ങനെ എന്താ പറയുക പലരും പറയാറുണ്ട്, ഇപ്പം ഒരു പറ്റം ആക്ടേഴ്സ് നമ്മളെ വിട്ടുപോയി. ഒരു പറ്റം ആക്ടേഴ്സ്, അത് സത്യനന്ദിക്കാട് ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട്, ഒടുവിലും ശങ്കരാടിയും ഇന്ന ആൾക്കാരൊന്നും ഇല്ലാത്തതുകൊണ്ട് ഐ എം അൺഏബിൾ ടു മേക്ക് എ മൂവി ഓഫ് ദാറ്റ് കൈൻഡ്, അല്ലെങ്കിൽ അങ്ങനെ പറയാറുണ്ട്. അപ്പം മഹേഷ് ജീവിച്ചത് പുതിയൊരു കാലഘട്ടത്തിലാണ്. മഹേഷിൻ്റെ സിനിമകൾ വന്നതും പുതിയൊരു കാലഘട്ടത്തിലാണ്, പുതിയ ആക്ടേഴ്സിനെ വെച്ചിട്ടാണ്. അപ്പോൾ ഈ ഡു യു മിസ് എനി ആക്ടേഴ്സ് ഓഫ് ദോസ് ടൈംസ് അദ്ദേഹം ഉണ്ടായിരുന്നെങ്കിൽ എന്നുള്ളത് ഒരു ആസ്പെക്റ്റ്. രണ്ടാമത് അത് കണക്ട് ചെയ്തുകൊണ്ടാണ് ഞാൻ ഒരുമിച്ച് ചോദിക്കുന്നത്. ഇപ്പം നമ്മുടെ സുലൈമാൻ എന്നുള്ള ക്യാരക്ടർ, സമീറ എന്നുള്ള ക്യാരക്ടർ, പിന്നെ റോഷൻ സിയൂസൂണിൽ റോഷൻ ചെയ്ത ക്യാരക്ടർ, ഈ ക്യാരക്ടേഴ്സിന് 90s ഒരു പാരലൽ. ഇപ്പോൾ ഫഹദ് അല്ല സപ്പോസ് യു ആർ മേക്കിംഗ് ദ മൂവി ഇൻ 90s, ഹു വുഡ് ബി സുലൈമാൻ? ഹു വുഡ് യു സെലക്ട് സുലൈമാൻ? അതൊരു ഭയങ്കര ബുദ്ധിമുട്ട് പിടിച്ച ക്വസ്റ്റ്യനാണ്. കാരണം ഞാൻ ക്യാരക്ടേഴ്സിനെ കണ്ട് എഴുതിയ ഒരു വ്യക്തിയല്ല. ഇപ്പോൾ ബീങ് ഓണസ്റ്റ് വിത്ത് യു, ഫസ്റ്റ് ഡ്രാഫ്റ്റ് ഓഫ് മാലിക് വാസ് മമ്മൂട്ടി. 2011, the first draft was there with Mamuka. So Mamukake was അറിയാം. Fahad was supposed to play Freddy. There was no flashbacks in the film. So പക്ഷേ ആ പടം നടക്കാൻ ഒരുപാട് തടസ്സങ്ങൾ വന്നു because of the many reasons. ആൻഡ് അത് പോകെ പിന്നീടായി കഴിഞ്ഞപ്പോഴേക്കും ഫഹദ് എന്ന് പറഞ്ഞ നടൻ വലുതായി. അപ്പോൾ പിന്നെ ഫ്രെഡി അല്ല. പിന്നെ ഫ്രെഡി ആവാൻ ഫഹദിന് ഒരിക്കലും പറ്റില്ല. പിന്നെ ഫ്രെഡി ഹാസ് ടു ബി എ ന്യൂ പേഴ്സൺ. ആൻഡ് ദെൻ ഫഹദ് ഓപ്റ്റഡ് ടു ബി ഓക്കെ, ഞാൻ ഇത് ചെയ്താൽ എങ്ങനെ ഉണ്ടാവും എന്നുള്ളൊരു ചിന്ത ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഉണ്ടായി. അങ്ങനെയാണെങ്കിൽ അത് ചെയ്യാം. അല്ലാതെ ഞങ്ങളങ്ങനെ ഒരിക്കലും എനിക്കൊരിക്കലും അത് ആ ഒരു സമയത്ത് എന്താണെന്നുള്ളതിനെക്കുറിച്ച് മാത്രമേ ഞാൻ മിസ് ചെയ്യുന്ന ആക്ടേഴ്സ് ഉണ്ട് ഒരുപാട് പേര്. ഞാൻ ഒരുപാട് കരമന സാറിനെ ഒരുപാട് മിസ് ചെയ്യാറുണ്ട്. കരമന ഒരുപാട് മിസ് ചെയ്യാറുണ്ട്. ഞാൻ ശങ്കരാടി ചേട്ടനെ ഒരുപാട് മിസ് ചെയ്യാറുണ്ട്. ബഹദൂറൊക്കെ ഒരുപാട്. അങ്ങനെ ഇപ്പോൾ തമിഴിലാണെങ്കിൽ നാഗേഷ് സാറ്, ഒരുപാട് ആളുകളുണ്ട്. പക്ഷേ നമ്മൾക്കാർക്ക് എൻ്റെ ഒരു സിനിമയ്ക്കകത്ത് ഇവരെല്ലാം ഫിറ്റിനാകുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കഥയ്ക്കനുസരിച്ചിരിക്കുള്ളൂ. ആ കഥയായതിനു ശേഷം നമുക്ക് ഇവരെ കാസ്റ്റ് ചെയ്താൽ എങ്ങനെ ഉണ്ടാവും എന്നതിനെക്കുറിച്ച് നമുക്ക് ആലോചിക്കാം എന്നുള്ളതിനെക്കുറിച്ച് മാത്രമേ എനിക്ക് അറിയത്തുള്ളൂ. ഇപ്പം ഞാനിപ്പോൾ ചെയ്ത പടത്തിൽ പോലും, ഇപ്പോൾ പീട്രിയറ്റിൽ പോലും എല്ലാവരും പറയുന്നത് ഓക്കെ നിങ്ങളൊരു ഓൺസെമ്പിൾ ഉണ്ടാക്കിയിരിക്കുകയാണ്, മൾട്ടി സ്റ്റാർ. ഐ നെവർ മെയ്ഡ് ഇറ്റ് ലൈക്ക് ദാറ്റ്. ഐ മെയ്ഡ് എ സ്റ്റോറി
വെൻ ടു ആക്ടേഴ്സ് പിച്ച്ഡ് ടു ദം ദേ അഗ്രീഡ്, അത്രേ ഉള്ളൂ. സോ ഞാൻ അവരെ കഥാപാത്രങ്ങളായിട്ടേ കണ്ടിട്ടുള്ളൂ, ക്യാരക്ടേഴ്സായിട്ടേ കണ്ടിട്ടുള്ളൂ, അല്ലാതെ അവർക്ക് വേണ്ടി ഒരു സിനിമ എന്നും ഞാൻ ഉണ്ടാക്കിയിട്ടില്ല. ഞാനിതിനെക്കുറിച്ച് ആലോചിച്ചപ്പോൾ എൻ്റെ മനസ്സിൽ കുറച്ച് പേരുകൾ വന്നു, മഹേഷിന് ആക്സെപ്റ്റബിൾ ആവാൻ നോക്കും. ഓക്കെ പ്ലീസ്. അതായത് സുലൈമാൻ 90s അത് എൻ്റെ മനസ്സിൽ മുരളിയാണ്, നടൻ മുരളി ഭയങ്കരമാണ്. 2 റോഷന് എനിക്ക് അങ്ങനെ കറക്റ്റ് ആളെ കിട്ടിയില്ലെങ്കിലും എനിക്ക് ഓർമ്മ വന്നത് ശ്രീനാഥിനെയാണ്, പഴയ ശ്രീനാഥ്. അതേമാതിരി സമീറ എൻ്റെ മനസ്സിൽ ശാന്തികൃഷ്ണൻ ആദ്യം വന്നു, പിന്നെ ഉർവശി ഓൾസോ ക്യാൻ ഹാൻഡിൽ. കറക്റ്റ് ആണ്. അഗ്രി വിത്ത് മീ? യെസ്, ഐ അഗ്രി. ടോട്ടലി അഗ്രി. പിന്നെ വേറൊന്ന്, മഹേഷിൻ്റെ പടത്തിൽ മഹേഷ് ആസ് എ ഡയറക്ടർ, റൈറ്റർ, എഡിറ്റർ, വട്ടെവർ, നിങ്ങൾ ഇതൊരു സംഭവമാണ് എന്ന് കരുതി ഫിലിമിൽ ഒളിപ്പിച്ച് വെച്ചൊരു സാധനം ഉണ്ടാവും, അല്ലെങ്കിൽ ചെയ്തു വെച്ചൊരു സാധനം ഉണ്ടാവും. ഇത് നാട്ടുകാർ കൈയടിക്കും, അല്ലെങ്കിൽ ആൾക്കാർ ആക്സെപ്റ്റ് ചെയ്യും, ഡിസ്കസ് ചെയ്യും എന്തെങ്കിലും. എന്നിട്ട് ആരും ശ്രദ്ധിക്കാതെ പോയ എന്തെങ്കിലും ഉണ്ടോ? പറയൂ. അത് ഒരുപാടുണ്ട്. ഏതെങ്കിലും ഒരു സിനിമ വെച്ച് പറഞ്ഞാലും മതി. അല്ല, ഇതിപ്പോൾ ഞാനിപ്പോൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ സംഭവം എന്ന് ഞാൻ പറയില്ല. ലൈക്ക് ഓക്കെ, ബിക്കോസ് ഐ എം നോട്ട് എ ഫാൻ ഓഫ് മൈ ഓൺ ഫിലിംസ്. അതാണ് ഇവിടെ പ്രശ്നം. ഈ 3 ക്രാഫ്റ്റിനകത്തും സാധാരണ ഈ 3 ക്രാഫ്റ്റ് 3 ആളുകൾ കൈകാര്യം ചെയ്യുന്നവർ, അല്ലെങ്കിൽ 2 ക്രാഫ്റ്റെങ്കിലും, ഇപ്പോൾ റൈറ്റർ ആൻഡ് ഡയറക്ടർ വിൽ ബി 1 പേഴ്സൺ ആൻഡ് ദെൻ ദർ വിൽ ബി എൻ എഡിറ്റർ ഹൂ സെപ്പറേറ്റ്. അപ്പോൾ ഈ 3 ക്രാഫ്റ്റിനകത്തും ഉള്ളൊരു പ്രശ്നം എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ, വെൻ ദ ലാസ്റ്റ് ടേബിളിലേക്ക് എത്തുമ്പോൾ ഞാൻ എപ്പോഴും എൻ്റെ ഫൈനൽ ഡ്രാഫ്റ്റ് ഈസ് കമ്മിങ് ഔട്ട് ഓഫ് ദ ഫൈനൽ എന്താ പറയുന്നത്, എഡിറ്റിംഗ് ടേബിൾ എന്നാണ് ഞാൻ പറയുന്നത്. കാരണം ഇപ്പോൾ ഞാൻ ഇപ്പോൾ മാലിക്കിൻ്റെ തിരക്കഥ, ഐ എം ഗോയിങ് ലിറ്റിൽ ഔട്ട് ഓഫ് ദ ക്വസ്റ്റ്യൻ. മാലിക്കിൻ്റെ തിരക്കഥ DC പബ്ലിഷ് ചെയ്യുന്ന സമയത്ത് എന്നോട് ഡ്രാഫ്റ്റ് ചോദിച്ചു. അപ്പോൾ ഡ്രാഫ്റ്റ് കൊടുത്തു. അപ്പോൾ ഡ്രാഫ്റ്റിൽ നിന്ന് സിനിമയിൽ ഒത്തിരി മാറ്റമുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു 2 ഓപ്ഷൻ ഉണ്ട്, ഐദർ യു ക്യാൻ പബ്ലിഷ് ദ ഡ്രാഫ്റ്റ് വിച്ച് ഇസ് ഓൾവേസ് ദെയർ, പക്ഷേ എൻ്റെ ഫൈനൽ ഡ്രാഫ്റ്റ് ഇസ് ദ സ്ക്രിപ്റ്റ്. പക്ഷേ ദേ ഓപ്റ്റഡ് ഫോർ ദ ഡ്രാഫ്റ്റ് ബിക്കോസ് അവർക്ക് ആ ഒരു അക്കാഡമിക് ഇൻട്രസ്റ്റ് ഉള്ളതുകൊണ്ടും അത് ചിലപ്പോൾ കുറച്ചുകൂടെ പുതുതായിട്ട് എന്തെങ്കിലും അതിനകത്ത് ലെയർ കിട്ടിക്കോട്ടെ എന്ന് വിചാരിക്കുന്നു. ഇതിനകത്ത് എല്ലാത്തിനും അതുകൊണ്ട്. ഇപ്പം ടേക്ക് ഓഫിനകത്ത് ലാസ്റ്റ് സീൻ വാസ് ആക്ച്വലി ഈ പറഞ്ഞ ഇബ്രു എന്ന് പറഞ്ഞ പയ്യനിലേക്ക് സമീറയുടെ കുട്ടിയെ ഷഹീദ് വെച്ചു കൊടുക്കുന്നതായിരുന്നു. അത് ഷൂട്ട് ചെയ്തിട്ടില്ല, പക്ഷേ എൻ്റെ തലയ്ക്കകത്ത് അത് ഷൂട്ട് ചെയ്ത പോലെയാണ് ഇരിക്കുന്നത്. അത് ഷൂട്ട് ചെയ്യാത്തതിൻ്റെ കാരണം ആ പടത്തിൻ്റെ പോക്കനുസരിച്ച് ഗ്രാഫ് എത്തിക്കഴിഞ്ഞപ്പോഴേക്കും സംഭവം നമുക്ക് മനസ്സിലായി ഇനി അതൊന്നും നിൽക്കില്ല, അതിൻ്റെ ആവശ്യമില്ല ബിക്കോസ് ആ റിയൽ ഫുട്ടേജിലോട്ട് മാറുന്ന സമയത്ത് ദർ ഇസ് എ മാജിക്കൽ ട്രാൻസിഷൻ ഹാപ്പനിങ് വെയർ പീപ്പിൾ ആർ ഇമേഴ്സ്ഡ് ഇൻ ടു ദാറ്റ് വേൾഡ്. പിന്നെ ഇതിനകത്ത് ആ ഡ്രാമ സ്പേസിലേക്ക് പ്രസക്തിയില്ല. അതുപോലെ ഈ പറഞ്ഞ പോലെ പല സ്ഥലങ്ങളിലും ഈ പറഞ്ഞ പോലെ മാലിക് ഹാഡ് എ ഡിഫറെൻറ്റ് നറേറ്റീവ് വെയർ ഈ പറഞ്ഞ ഡോക്ടർ, ദർ ഇസ് എ ഡോക്ടർ ഹൂ ഇസ് ഇൻസൈഡ് ദ പ്രിസൺ. ഡോക്ടർ വാസ് ആക്ച്വലി മോട്ടിവേറ്റിംഗ് ദിസ് ഫ്രെഡി ടു കിൽ സുലൈമാൻ. ദർ വാസ് എ സീൻ ഷോട്ട്. ഞാൻ ഏറ്റവും കൂടുതൽ ആ ക്യാരക്ടറിന് വേണ്ടി ഓഡിഷൻ ചെയ്ത സീൻ അതാണ്. ഒരുപാട് ആക്ടേഴ്സ് വന്ന് ഓഡിഷൻ ചെയ്തിട്ട് പോയ സീനാണ്. അങ്ങനെയാണ് അവസാനം പാർവതി എന്ന് പറഞ്ഞ ആക്ട്രസിലോട്ട് അത് വരുന്നത്. സോ ഫൈനലി വാട്ട് ഹാപ്പൻഡ് ഇസ് ആ സീൻ സ്റ്റാൻഡ് അലോൺ ആയിട്ട് നല്ലതാണ്, പക്ഷെ ഞാനെന്നുള്ള എഡിറ്റർ ഒരിക്കലും വെക്കില്ല. ഞാൻ തന്നെ അതിനോട് കലഹിക്കും. ഞാൻ പറയുന്നത് ഇതെന്തൊരു ബോർ സീനാണ്, ഞാൻ തന്നെ ഇരുന്ന് പോവും. അത് ഇതിൻ്റെ ആവശ്യം എന്താണെന്ന് ചോദിക്കും. അപ്പം അങ്ങനെയുള്ള സമയങ്ങൾ ഉണ്ടാവാറുണ്ട്. അപ്പോൾ ആ സമയങ്ങളിൽ പൊതുവേ എൻ്റെ അസിസ്റ്റൻ്റ് എഡിറ്റേഴ്സോ അല്ലെങ്കിൽ അങ്ങനത്തെ ആൾക്കാരായിട്ട് നിൽക്കുന്ന ആളുകൾ എന്നോട് പറയാറുണ്ട്, കുറച്ചൊന്ന് മാറി എന്നൊക്കെ ആലോചിക്കണം കേട്ടോ. ചിലപ്പോൾ സാധാരണക്കാർക്ക് ചിലപ്പോൾ കുറച്ചുകൂടി ഇഷ്ടപ്പെടുമായിരിക്കും. ഞാനത് കാണാറില്ല. ചിലപ്പോൾ അത് മിസ്സായിട്ടുണ്ടെങ്കിൽ മിസ്സായി, അത്രേ ഉള്ളൂ.